ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ കുമാർ പറഞ്ഞതുപോലെ ഇത് എക്സാജറേറ്റഡ് ആണോ? അല്ല, ഒരു മിനിറ്റ് ഞാൻ വരാം താങ്കളിലേക്ക്. എക്സാജറേറ്റഡ് ആണോ എന്ന് കരുതുന്നുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ നോക്കൂ, പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഒരു സമീപനം. ഇനിയിപ്പോൾ ഈ സ്വാമിയെ ജയിലിൽ അടച്ചു. ഇനിയിപ്പോൾ അവിടെ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുക, ഇതൊന്നും നമുക്കറിയില്ല അല്ലേ. നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ ആണോ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്? BBC റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രം അത് ആണ് വസ്തുത എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? ശ്രീ അനിൽ, ഇവിടെ ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണോ അതോ വസ്തുതാപരമായ കാര്യങ്ങളാണോ എന്നതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ടാകും. നമ്മുടെ മുമ്പിലുള്ള ഒബ്ജക്റ്റീവ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു ഹിന്ദു സന്യാസിയുടെ അറസ്റ്റാണ്. ഇസ്കോൺ ചുമതലയുള്ള സന്യാസിയുടെ അറസ്റ്റാണ്. അപ്പോൾ അവിടെ ആ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നു. അതിന് ഉപോത്ബലകമായ കാരണങ്ങൾ ഒരു പക്ഷേ ഡിബേറ്റബിൾ ആയിരിക്കാം. പക്ഷെ ഇവിടെ അറസ്റ്റ് നടന്നിരിക്കുന്നു. ഒരു വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ വികാരം വ്രണപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇതിനെ ഒരു ലാർജർ സ്കീമിൽ, ഇതൊരൊറ്റപ്പെട്ട ഒരു സംഭവമായി തുച്ഛീകരിച്ച് കാണണോ, അത് ഒരു ലാർജർ നറേറ്റീവിൻ്റെ ഭാഗമായി സംഭവിച്ച ഒരു കാര്യമാണോ? ഇവിടെ നോക്കൂ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ന് നമ്മുടെ ഭരണഘടന, ഭാരതത്തിൻ്റെ ഭരണഘടന അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ട് 75 സംവത്സരങ്ങളായിരിക്കുന്നു. സോ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ചോയ്സ് ആൻഡ് കൺവിക്ഷൻ. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ റിപ്പബ്ലിക് എന്ന ഒരു കൺവിക്ഷനാണ്. ആ കൺവിക്ഷൻ യാതൊരു രീതിയിലുള്ള സ്ട്രക്ചറൽ വയലൻസും ഇല്ലാതെ നിയമവാഴ്ച അനുസ്യൂതം 75 വർഷം മുന്നോട്ട് പോയിരിക്കുന്നു. 75 സ്വാതന്ത്ര്യാനന്തരം 2 വർഷം കൂടെ കടന്നിരിക്കുന്നു. ഇവിടെ പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടത് മറ്റൊരു നറേറ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിക റിപ്പബ്ലിക് പാകിസ്ഥാൻ, അതിൻ്റെ ഭാഗം കൂടിയായിരുന്നല്ലോ ബംഗ്ലാദേശ്. പക്ഷേ വേറിട്ടൊരു അസ്തിത്വം 71 മുതൽ ബംഗ്ലാദേശിന് ഉള്ളപ്പോൾ അവിടെ ബംഗാളി ദേശീയതയുടെ പ്രതിഫലനമായ ബംഗ്ലാദേശിലെ അവാമി ലീഗ്, അപ്പോൾ അവാമി ലീഗിൻ്റെ ഇപ്പോഴത്തെ ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ നേതൃത്വം നൽകിയ ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്, അതൊരു ഭരണകൂടമായി മാറി. എല്ലാവർക്കും ഒരു ബംഗാളി സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന, കുറച്ച് മാന്യതയുള്ള, കുറച്ച് ന്യായമുള്ള, ന്യൂനപക്ഷങ്ങൾക്ക് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു അന്തരീക്ഷം. അതാണല്ലോ പറഞ്ഞത്. ഇവിടെ 22 ബംഗ്ലാദേശ് വിഭജനത്തിന് മുൻപുള്ള കാലത്ത് 22% ഓഫ് ദി ബംഗ്ലാദേശി പോപ്പുലേഷൻ വാസ് ഹിന്ദു. അത് മൈനോറിറ്റി പോപ്പുലേഷനാണ്. 22%. അപ്പോൾ എനിക്ക് തെറ്റിയതാണ്. 22%. അപ്പോൾ 22% പോപ്പുലേഷൻ ഇന്ന് ക്രമാനുഗതമായി കുറഞ്ഞ് 8%, 7.89 എന്നാണ് കൃത്യമായ കണക്ക്. അപ്പോൾ ഈ 2022 ബംഗ്ലാദേശിലെ സെൻസസ് അനുസരിച്ച്. അപ്പോൾ അങ്ങനെ കുറയുന്നതിന് പല കാരണങ്ങളുണ്ടാകാം. മെച്ചപ്പെട്ട അവസരം, ഇവിടെ തന്നെ സൂചിപ്പിച്ചതുപോലെ മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി ബംഗ്ലാദേശിലെ ഹൈന്ദവരായ ആളുകളുടെ ഒരു ഭാഗം ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ടാവാം. അല്ല എങ്കിൽ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് തുലവും പരിമിതമായിരിക്കാം, ഇസ്ലാമിക് റേറ്റ് ഓഫ് ഗ്രോത്ത് വളരെ കൂടിയിരിക്കാം. അങ്ങനെയും വ്യത്യാസം വരാം. പല കാരണങ്ങളാൽ 71 ശേഷമുള്ള ഇത്രയും വർഷങ്ങളിൽ ഒരു 5 പതിറ്റാണ്ട് കൊണ്ട് വളരെ വലിയ മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഈ ബംഗ്ലാദേശിൽ കഴിഞ്ഞ 2-3 മാസം മുൻപ് ഭരണമാറ്റം, ഓഗസ്റ്റ് മാസം ഒരു ഭരണമാറ്റം, ചേഞ്ച് ഓഫ് ഗാർഡ് ഉണ്ടായി. അത് ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകിയ ഭരണകൂടത്തെ ചില വിതിൻ കോഡ്സ് വൈദേശിക ശക്തികളുടെ പ്രേരണയോ സമ്മർദ്ദത്താലോ ആഭ്യന്തരമായി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, അതിൻ്റെ അണികൾ എല്ലാം ചേർന്ന് അട്ടിമറിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇവിടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയോ ഭാരതീയ ജനതാ പാർട്ടി പോലെയോ അവിടുത്തെ ഒരു ദേശീയ കക്ഷിയാണ്. പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പക്ഷേ ജമായത്തെ ഇസ്ലാമിയോ അതിൻ്റെ സ്റ്റുഡൻറ്റ് വിങ്ങായ ഈ ഛാത്ര സഭയോ ഒക്കെ ആകാം. അത് സ്റ്റുഡൻസ് വിങ്സ് വളരെ വളരെ പ്രസക്തമാണ്. പലപ്പോഴും ഈ ഛത്രദൾ എന്ന് പറയുന്ന ഹൈലി മിലിറ്റൻ്റായ യൂത്ത് ഓർഗനൈസേഷൻ റാലികൾ, ഡെമോൺസ്ട്രേഷൻസ്, അതുപോലെയുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ, അത് സ്ട്രീറ്റ് ഫൈറ്റ് ഉൾപ്പെടെ ആസൂത്രണം ചെയ്യുകയും ഒരു കംപ്ലീറ്റ് അരാജകത്വത്തിലേക്ക് ബംഗ്ലാദേശ് നീങ്ങുകയും ചെയ്തപ്പോൾ അവിടെ അമേരിക്കയുടെ ഭരണകൂടത്തിൻ്റെ താല്പര്യം അവിടെ എന്തായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് വൈദേശികമായ ഒരു പിന്തുണ ജമാഅത്തെ ഇസ്ലാമിക്കും അതിലൂടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്കും ലഭിക്കുകയും
അതിൻ്റെ ഫലമായി ഒരു ഇന്ത്യ അനുകൂലമെന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്ന ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു. ഷെയ്ഖ് ഹസീന അഭയം തേടി ഇന്ത്യയിലാണ് എത്തിയത്. അപ്പോൾ ഇവിടെ പിന്നീട് നടന്നത് മുഴുവൻ ഏറ്റുമുട്ടലുകളുടെ ഒരു വലിയ പരമ്പരയാണ്. അതിന് നമ്മൾ ഈ മണിപ്പൂരിൽ സംഭവിച്ചതുപോലെ രണ്ട് രീതിയിൽ കാണാം. ഒന്നുകിൽ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിൻ്റെ പ്രവർത്തകരും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബീഗം ഖാലിദ സിയയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബംഗ്ലാദേശി നാഷണൽ പാർട്ടി, ഈ BNPയുടെയും അവാമി ലീഗിൻ്റെയും അണികൾ തമ്മിലുള്ള ഉഗ്രമായ തെരുവ് യുദ്ധം. അവിടെ മതം ഒരു ഘടകമല്ല. പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയോടൊപ്പമായിരുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹൈന്ദവ സമുദായത്തിൻ്റെ വലിയൊരു ഭാഗം. അത് പല കാരണങ്ങളാണ്. സ്വാഭാവികമായി പാർട്ടിയുടെ അംഗങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഹൈന്ദവരുമുണ്ട്, മുസൽമാനുമുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷേ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു എന്നത് ഈ BBC കൊണ്ടുവന്ന ഒരു കെട്ടുകഥയല്ല. അതേക്കുറിച്ചുള്ള ജീവിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ എത്രത്തോളമാണ് ഒരു സ്റ്റേറ്റ് ഭരണഘടനാ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായിരിക്കുന്നതെന്ന് നോക്കണം. ഇന്ത്യ ഈസ് ഏബിൾ ടു മെയിൻറ്റെയിൻ റൂൾ ഓഫ് ലോ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഇവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ബംഗ്ലാദേശിലുണ്ടായ അതിഭീമമായ മനുഷ്യാവകാശ ലംഘനം കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഉണ്ടായ ഭീമമായ രീതിയിലുള്ള മൈനോറിറ്റി പെർസിക്യൂഷൻ്റെ വലിയ റിപ്പോർട്ടുകളാണ് വെളിയിൽ വരുന്നത്. ചിലതെല്ലാം നിറം പിടിപ്പിച്ച കഥകളാണ്. ആ സാഹചര്യം ഒരുക്കി തീർത്തതിൽ ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് യൂനിസിന് കാര്യമായ പങ്കില്ല. പക്ഷേ അത് അടിച്ചമർത്തുന്നതിന്, കലാപം അടിച്ചമർത്തുന്നതിന്, ന്യൂനപക്ഷ വംശഹത്യ അടിച്ചമർത്തുന്നതിന് ബംഗ്ലാദേശി ഭരണകൂടത്തിന് കാര്യമായ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ അമേരിക്കയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് എന്ന പ്രസിഡന്റ്, അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ടില്ല. ജനുവരി 20, 2025 ചുമതല ഏറ്റെടുക്കും. അദ്ദേഹം പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ്, had I been the president or had I been in charge, this would not have happened. ഞാനായിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റെങ്കിൽ ഈ രീതിയിലുള്ള ആക്രമണം, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം സംഭവിക്കാൻ അനുവദിക്കില്ലായിരുന്നു. അത് ഇറ്റ്സ് എ ഡിഗ് അറ്റ് ഹിസ് ഒപ്പോണൻറ്റ്, അല്ലെങ്കിൽ കമല ഹാരിസിന് നേരെയോ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് നേരെയോ ജോ ബൈഡന് നേരെയോ ഉള്ള ഒരു ഡിഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് വെറുതെ പറയില്ലല്ലോ. ഒരു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി തീർച്ചയായും ആരെയെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ദക്ഷിണേഷ്യയിൽ ബംഗ്ലാദേശിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽപ്പെടുന്നവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു പ്രസ്താവന നടത്തുമെന്ന് കരുതാനാവില്ല. ഇതിലൊരു സത്യമുണ്ട്. പക്ഷേ എത്രത്തോളമാണ് ഈ മരണസംഖ്യ ഊതിപ്പെരുപ്പിച്ചൊരു കണക്കാണോ എന്നതിനെക്കുറിച്ച് ആശങ്കയുമുണ്ട്. ഇനി നമ്മുടെ ഈ കാര്യത്തിലേക്ക് വരാൻ ചിന്മയ കൃഷ്ണദാസ്, ആ ഒരു ഇസ്കോൺ സന്യാസി, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒരുപക്ഷെ ന്യൂനപക്ഷ പീഡനത്തിനെതിരെ സ്വല്പം ഉറക്ക സംസാരിച്ച ഒരു കുറ്റം മാത്രമേ ഒരുപക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു കാരണം കണ്ടെത്താൻ, ഒരു സന്യാസിയെ അല്ലെങ്കിൽ സ്വാമിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു കാരണം കണ്ടെത്താൻ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്താം. അത് പണ്ട് ചെന്നായും ആടും തമ്മിൽ, ആടും പുലിയും തമ്മിൽ ഒരു മത്സരം നടന്നപ്പോൾ കണ്ടെത്തിയ കാരണമേ ഉള്ളൂ. നീ എൻ്റെ വെള്ളം കലക്കി എന്ന് മുകളിൽ നിന്ന പുലി അരുവിയുടെ താഴെ നിന്ന ആട്ടുംകുട്ടിയോട് ചോദിച്ചു എന്ന് പറയുന്നത് പോലെയുള്ളൂ. മുകളിൽ നിൽക്കുന്ന പുലിക്ക് എങ്ങനെയാണ് താഴെയുള്ള ആട്ടുംകുട്ടിക്ക് വെള്ളം കലക്കാൻ കഴിയുക? സാധിക്കില്ലല്ലോ. നീയല്ലേ നിൻ്റെ മുത്തച്ഛനാണ് എന്ന് പറയുന്ന ന്യായം മാത്രമേ ഉള്ളൂ. ബംഗ്ലാദേശി ദേശീയ പതാകയുടെ മേലെ ഹൈന്ദവ പതാക, സാഫ്രോൺ കളേർഡ് ഫ്ലാഗ് കെട്ടി എന്ന ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ പതാക നിയമമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യമില്ല വ്യവസ്ഥയിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ദ ക്വസ്റ്റ്യൻ ഓഫ് സ്ട്രക്ചറൽ വയലൻസ് എമർജ്. ഈ ഘടനകൾ തന്നെ, ഇപ്പോൾ പോലീസ്, നീതിപീഠം, എക്സിക്യൂട്ടീവ് ഘടനകൾ, നിയമനിർമ്മാണ വേദികൾ എല്ലാം തന്നെ വയലൻ്റായി പ്രവർത്തിക്കുകയാണ്. ഒരു തരം അപ്പാർത്തൈഡ് റെജീം എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രക്ചറൽ വയലൻസ് ആണ്. ഈ ഘടനകൾ തന്നെ വയലൻ്റായി മാറുമ്പോൾ ആ സ്റ്റേറ്റ്, ആ രാജ്യം ഫെയിൽഡ് സ്റ്റേറ്റായി മാറുകയാണ്. അങ്ങനെയാണല്ലോ പാകിസ്ഥാനെ ഇപ്പം നമ്മൾ കരുതുന്നത് ഇന്ത്യയെ പോലൊരു സക്സസ്ഫുൾ സ്റ്റേറ്റ് ആയിട്ടല്ല, ഫെയിൽഡ് സ്റ്റേറ്റ് എന്നാണ്, പരാജിത രാഷ്ട്രം. അവിടെ ഒരു നിയമവാഴ്ച അട്ടിമറിക്കപ്പെടുന്ന ഏത് രാജ്യവും പരാജിത രാഷ്ട്രം എന്ന നിലയിൽ മാത്രമേ കാണാനാവൂ. അതുകൊണ്ടാണ് ഭരണഘടനാ പ്രിൻസിപ്പിൾസ് അതുപോലെ പ്രാവർത്തികമാക്കാൻ ബംഗ്ലാദേശിന് കഴിയാത്ത ഒരു അന്തരീക്ഷം സംഭവിച്ചിരിക്കുന്നു.
അവിടുത്തെ എല്ലാ മതങ്ങളെയും, അല്ലെങ്കിൽ ഈ കേവലം 1% താഴെയാണ് ക്രൈസ്തവ മതം, ഒരു 8% താഴെ നിൽക്കുന്നു അവിടുത്തെ ഹൈന്ദവ മതം. ഈ രണ്ട് ന്യൂനപക്ഷ മതങ്ങളാണ്. ബുദ്ധമതം ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന 91%-ലധികം ജനസംഖ്യ മുസ്ലിം, ഇസ്ലാം ആണ്. ഇവിടെ റാഡിക്കലൈസേഷൻ ഓഫ് ഇസ്ലാം അവിടെ സംഭവിക്കുന്നു. ലോകത്തെമ്പാടും സംഭവിക്കുന്നത് പോലെ, മധ്യപൗരസ്ത്യ പ്രദേശത്തെ സംഭവിക്കുന്നത് പോലെ ഇവിടെ സബ് കോണ്ടിനെൻ്റൽ ഇന്ത്യയിലും റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരു കടന്നുവരവ്, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപത്തിലോ മറ്റ് പല രൂപത്തിലോ ഒക്കെയാണ്. മിലിറ്റൻ്റ് ഇസ്ലാം വന്നു കഴിയുമ്പോൾ പൊളിറ്റിക്കൽ പ്രോസസ്സിന് ഒരു കൺസർവേറ്റീവ് നിറം വരികയാണ്, ഒരു അസഹിഷ്ണുതയുടെ ഒരു നിറം വരികയാണ്. അങ്ങനെയാണൊരു ന്യൂനപക്ഷങ്ങൾ, അത് ഞാൻ പറഞ്ഞ ഇസ്ലാമിക ന്യൂനപക്ഷമെന്നോ ഹിന്ദു ന്യൂനപക്ഷമെന്നോ അല്ല, സബ് കോണ്ടിനെൻറ്റിൽ വരുന്ന ഒരു മാറ്റമാണ്. ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്ന ഒരു വലതുപക്ഷ വ്യതിയാനം, റൈറ്റ് വിങ് ഷിഫ്റ്റ്. അത് മതത്തെയോ ഭാഷയോ വർഗത്തെയോ ദേശീയതയോ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു തരം റൈറ്റ് വിങ് ഷിഫ്റ്റാണ്, കൺസർവേറ്റീവ് ഷിഫ്റ്റാണ്. അത് ബംഗ്ലാദേശിൽ നിശ്ചയമായും സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അവിടുത്തെ റെജീം ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. ഇനി നോക്കൂ, ബംഗ്ലാദേശിൻ്റെ ഒരു സാമ്പത്തിക പുരോഗതി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മെച്ചപ്പെട്ടു വരികയായിരുന്നു. വളരെ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ് അവിടെ വന്നത്. വലിയ തോതിലുള്ള ടെക്സ്റ്റൈൽ ഫാക്ടറികൾ, പലപ്പോഴും നമ്മളിവിടെ ഇടുന്ന ഷർട്ടുകൾ പലതും ബംഗ്ലാദേശി കോട്ടനാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും വരുന്ന എക്സ്പോർട്ടുകൾ, ബംഗ്ലാദേശിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബിസ്ക്കറ്റുകൾ, അപ്പോൾ ബംഗ്ലാദേശ് എന്ന രാജ്യം ഒരു പ്രൊഡക്ഷൻ ബേസായി വന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വരികയായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ കാലത്ത്. ഇന്ത്യയുമായി നല്ല ശക്തമായ ബന്ധം. അത് മാത്രമല്ല, ഇന്ത്യ എന്ന ഒരു രാജ്യമില്ലായിരുന്നു എങ്കിൽ ബംഗ്ലാദേശിന് എക്കാലത്തും പാകിസ്ഥാൻ്റെ അടിമയായി, കിഴക്കൻ പാകിസ്ഥാനായി കഴിഞ്ഞുകൂടാനേ പറ്റൂ. ഇന്ത്യ അല്ല ബംഗ്ലാദേശിനെ ഉപദ്രവിച്ചിട്ടുള്ളത്. പടിഞ്ഞാറൻ പാകിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന വലിയ തോതിലുള്ള ഹിംസ, ധ്വംസനം, ജനാധിപത്യ ധ്വംസനം എല്ലാം അനുഭവിച്ച ഒരു ജനതയാണ് ബംഗ്ലാദേശിലുള്ളതെന്ന് ഓർക്കണം. അതുകൊണ്ട് ദ ഗ്രേറ്റ് ബംഗാളി സ്പിരിറ്റ്, ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായ ഗ്രേറ്റ് ബംഗാളി സ്പിരിറ്റ് ആൻഡ് എൻലൈറ്റൻമെൻറ്റ്, അതിൻ്റെ നേരവകാശികളാണ് നമ്മുടെ ബംഗാളികളും ബംഗ്ലാദേശിലുള്ളവർ. അവരാണ് ബംഗാൾ, അവർ സംസാരിക്കുന്ന ഭാഷ ഒന്ന് തന്നെയാണ്. ആ ഒരു സ്പിരിറ്റ്, ബംഗാളി സ്പിരിറ്റ്, എല്ലാം ഉൾക്കൊള്ളുന്ന പുരോഗമന ചിന്താഗതിയുള്ള ബംഗാളി സ്പിരിറ്റ് ഇന്ന് കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, തുച്ഛീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു അന്തരീക്ഷം മാറിയേ തീരൂ. അതിന് ശക്തമായ ഇന്ത്യ ബന്ധം ആവശ്യമാണ്. പക്ഷേ ഇന്ത്യ വിരോധത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തീവ്ര മതസംഘടനകളും ഭൂരിപക്ഷ വർഗീയ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് അല്ലെ ഈ ഇന്ത്യ വിരുദ്ധത കൂടുകയല്ലേ ഉള്ളൂ. ഇന്ത്യയുടെ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, മുക്തി ബാഹിനി ഒക്കെ ഇന്ത്യ സഹായിച്ച് നട്ടു നനച്ച് വളർത്തിയ പ്രസ്ഥാനങ്ങളായിട്ടാണ് മറുപക്ഷം കാണുന്നത്. ബീഗം ഖലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി കാണുന്നത് ഇന്ത്യയുടെ ഒരു പ്രോഡക്റ്റായി, സന്തതിയായി, സൃഷ്ടിയായി കാണുകയാണ് അവാമി ലീഗിനെ. അതുകൊണ്ട് അവാമി ലീഗും മറ്റേ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയും ഖലിദ സിയയുടെ പാർട്ടിയും തമ്മിലുള്ള ചക്രത്തി പോരാട്ടമാണ് സ്ഥിതിഗതികൾ ഈ രീതിയിൽ ആക്കി വെച്ചത്. ഇത് സത്യം പറഞ്ഞാൽ വർഗീയത ആളിക്കത്തിച്ചതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ മോഹമാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു പരകായ പ്രവേശം, രാഷ്ട്രീയ കക്ഷിയിലൂടെ പരകായ പ്രവേശം നടത്തിയതിൻ്റെ വലിയ ഒരു പോരായ്മ തന്നെയാണ് ബംഗ്ലാദേശിൽ ഇന്ന് കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാനാവില്ല. ഈ സ്വാമിജിയുടെ അറസ്റ്റ് ഒറ്റപ്പെട്ട ഒരു സംഭവമായി കാണാനാവില്ല. ഉരുത്തിരിഞ്ഞു വരുന്ന, ബംഗ്ലാദേശിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ലാർജർ ലെവൽ സ്ട്രക്ചറൽ വയലൻസിൻ്റെ ഒരു അധ്യായമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്കോൺ സന്യാസിയുടെ, അല്ലെങ്കിൽ ചിന്മയ കൃഷ്ണ പ്രഭു അല്ലേ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, അതാണല്ലോ ഇസ്കോൺ. അപ്പോൾ ഇസ്കോൺ എന്ന് പറയുന്നത് ലോകവ്യാപകമായുള്ള ഒരു ഹൈന്ദവ സംഘടനയാണ്. ഇപ്പോൾ കൃഷ്ണ പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് ലോകത്തെല്ലായിടത്തും വേരുകളുണ്ട്, ബംഗ്ലാദേശിലുമുണ്ട്. അത് പ്രവർത്തനം നടത്തുന്നതിന്, സമാധാനപരമായി പ്രവർത്തിക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങളുമില്ല. അതിന് പൂർണ്ണമായും അതിൻ്റെ സന്യാസിമാരെ ഭീതിയുടെ നിഴലിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ ആകെ, ഒരു മതവിശ്വാസത്തെ ആകെ തന്നെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉണ്ടാകാതിരിക്കില്ല. ആ ഘട്ടം വരെ പോവില്ല എന്ന് പ്രതീക്ഷിക്കാം.